ഹായ്, വെൽക്കം ടു E4 ഇംഗ്ലീഷ്. ലാസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള, നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്നുള്ള സെക്കൻഡ് ചാപ്റ്ററാണ് ഐ വിൽ ഫ്ലൈ. ഓക്കെ, ഐ വിൽ ഫ്ലൈ ഇറ്റ്സ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ. നിങ്ങൾക്ക് എല്ലാവർക്കും കലാം സാറിനെ പറ്റി ഞാൻ ആരൊരു ഇൻട്രൊഡക്ഷൻ തരേണ്ട കാര്യമില്ല. സോ അദ്ദേഹത്തിൻ്റെ ഈ സ്പീച്ച് എന്തിനെ പറ്റിയാണ്, ഇതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ചാപ്റ്റർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം, നമുക്ക് അതിലേക്ക് പോവാം. ഐ വിൽ ഫ്ലൈ ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ. ഐ വിൽ ഫ്ലൈ ഈസ് എ സ്പീച്ച് ഡെലിവേർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇപ്പോൾ ഡോക്ടർ കലാം സാറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഹി വാസ് ദ ഫോർമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അത് മാത്രമല്ല, ഹി വാസ് എ വെരി ഡിസ്റ്റിംഗ്വിഷ്ഡ് സയന്റിസ്റ്റ് ടു. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഫീൽഡിൽ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. ഈവൻ അത് മാത്രമല്ല, നമ്മളെപ്പോലെ യുവത്വത്തിന് നല്ലൊരു അല്ലെങ്കിൽ നേർവഴി നയിച്ച് നമ്മളെ എല്ലാവരെയും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നൊരു വ്യക്തിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇനി എന്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റും, എങ്ങനെയൊക്കെ നമുക്ക് നമ്മളാകാം, ഓക്കെ എന്നൊക്കെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന പല ആൾക്കാർക്കും നല്ലൊരു ഉത്തരം നൽകിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ ആയിരുന്നു. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പീച്ചസ് ആണ് അദ്ദേഹത്തിൻ്റെത്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബുക്സ് ആണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് പോലും വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. എത്ര പേടിച്ച് പുറകിലേക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയെയും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹം എപ്പോഴും സംസാരിക്കാറുള്ളത്. വളരെ സിംപ്ലിസിറ്റിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട നല്ലൊരു ക്വാളിറ്റിയാണ് സിംപ്ലിസിറ്റി. അത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ എല്ലാവരോടും അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മാനറിലാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഹേറ്റേഴ്സ് ഇല്ല. നമ്മൾ ഇപ്പോഴത്തെ സിനിമകളൊക്കെ പറയുന്ന പോലെ 0 ഹേറ്റേഴ്സ് ആണ്. അദ്ദേഹത്തിനെ ആരാധിക്കുന്നവരാണ്, അല്ലെങ്കിൽ റോൾ മോഡൽസ് ആയിട്ട് കണക്കാക്കുന്നവരാണ് അധികവും. സോ അദ്ദേഹം നടത്തിയ അല്ലെങ്കിൽ ഡെലിവർ ചെയ്ത ഒരു സ്പീച്ചാണ് നമ്മൾക്കിവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്, അതൊരു പരിപാടിയാണ്, മീൻസ് സയൻസ് ആൻഡ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്കൂളുകളിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഈ ഒരു സ്പീച്ചിലൂടെ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഐ വിൽ ഫ്ലൈ. When I wish upon a star makes no difference who I am. Anything my heart desires will come to me. ഞാനിപ്പോ ആഗ്രഹിക്കുന്ന നക്ഷത്രങ്ങളായിരുന്നാലും, ഞാൻ ആരാന്നുള്ളതിലല്ല കാര്യം. ഞാൻ എത്ര വലിയ ആഗ്രഹങ്ങൾ എനിക്കുണ്ടെങ്കിലും എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നത് എന്താണോ അത് നേടിയെടുക്കണം, എന്നിലേക്ക് വരണം. മീൻസ് നമ്മുടെ ഡിറ്റർമിനേഷൻ, വിൽ പവർ ഒക്കെ എത്രത്തോളം ആയിരിക്കണം. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ ഏതറ്റം വരെയും നമ്മൾ പോകണം. സോ അവിടെ നമ്മുടെ മനസ്സിന്റെ വിൽ പവർ ആണ്, അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. കൃത്യമായിട്ട് അതാ പറയാൻ പറ്റുന്നത്. അതിനാണ് ഏറ്റവും പ്രാധാന്യം. ഓക്കെ, അപ്പൊ ഇവിടെ സ്പീച്ച് നമുക്ക് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, I realize how the contributions of the youth in past have continuously contributed to the world of today in many fields. ഇപ്പൊ നമുക്ക് അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ യൂത്തിന്റെ പ്രാധാന്യത്തിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. സമൂഹത്തിൽ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചായാലും ഒരു സമൂഹത്തിനെ സംബന്ധിച്ചായാലും യൂത്തിന്റെ പ്രാധാന്യം, യൂത്തിന്റെ റോൾ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ യൂത്ത് ഇൻ ദ പാസ്റ്റിൽ, അതായത് കഴിഞ്ഞ കാലത്ത്, കഴിഞ്ഞ നൂറ്റാണ്ടായിരിക്കാം, ആ സമയത്ത് യൂത്ത് അവര് നൽകിയ കോൺട്രിബ്യൂഷൻസ് കാരണമാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകം ഈ ഒരു നിലയിൽ നിൽക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ വയസ്സന്മാരെന്ന് വിളിക്കുന്ന പലരും അവരുടെ ആയ കാലത്ത്, അവരുടെ ആ ഒരു യങ് ഏജില് അവർ നൽകിയ കോൺട്രിബ്യൂഷൻ കാരണമാണ് നമുക്കിന്ന് ഇങ്ങനെ ഒരു ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത്. ഐ വുഡ് ലൈക്ക് ടു അസേർട്ട് ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ. ഇന്നത്തെ യുവാക്കൾക്ക്, അല്ലെങ്കിൽ യുവതികൾക്ക്, അല്ലെങ്കിൽ യുവത്വത്തിന് അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ? The ignited mind of youth is more powerful resource on the earth. നമുക്ക് റിസോഴ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ മീൻസ് നമുക്ക് നല്ലൊരു മാർഗമില്ല എന്ന് കരുതി നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ് ആണ് അവിടെ പ്രധാനം. മോസ്റ്റ് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് തന്നെയാണ്. നമുക്ക് നമ്മളെ എത്ര വലിയ അപകടങ്ങളിലായിരുന്നാലും നമ്മുടെ മനസ്സ്, അതിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. അത് നമ്മളെ എന്ത് ചെയ്യും? ഉയർച്ചകളിലേക്ക് കൊണ്ടുവരും. അണ്ടർ ദി എർത്ത് ആൻഡ് എബവ് ദി എർത്ത്, എന്താണ്? ഭൂമിക്ക് കീഴിലായിരുന്നാലും ഭൂമിക്ക് മുകളിലായിരുന്നാലും, മീൻസ് എർത്തിലെ ഏറ്റവും പവർഫുൾ റിസോഴ്സ് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഇഗ്നൈറ്റഡ് മൈൻഡ് തന്നെയാണ്. നമ്മൾ അത്രത്തോളം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ആർക്കും കഴിവുകൾ ഇല്ലാതില്ല, എല്ലാവർക്കും കഴിവുകളുണ്ട്. അത് പല രീതിയിലാണെന്നുള്ളതാണ്. ഡിയർ യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദി ടോപ്പിക് ഐ എം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ചിറകുകളോടെ ജനിച്ചതാണ്.
അല്ലെങ്കിൽ ഐ എം ബോൺ വിത്ത് വിങ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനോട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അപ്പോൾ വിങ്സിൻ്റെ പ്രാധാന്യം നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിനകത്ത് പറഞ്ഞു. ഒരു ചിറകെന്ന് പറയുന്ന ഒരു പക്ഷിയെ പറക്കാൻ സഹായിക്കുന്നതാണ്. ചിറകില്ലെങ്കിൽ പക്ഷി എന്ന് പോലും തന്നെ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഉയരങ്ങളിലേക്ക് പറക്കണമെങ്കിൽ എന്ത് വേണം? ചിറക് വേണം. സോ ഇവിടെ വിങ്സ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ ടാലന്റിനെയാണ്, നമ്മുടെ സ്കില്ലിനെയാണ്. എന്താണ് ഐ എം ബോൺ വിത്ത് വിങ്സ് മീൻസ് എവ്രി വൺ ഈസ് ടാലന്റഡ്. എല്ലാവരും ജന്മന കഴിവുകളോടുകൂടി തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കഴിവ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുന്നേറി വരാൻ ശ്രമിക്കണം ജീവിതത്തിൽ. എന്താണ് വിങ്സ് യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെയാണ് ഉയരങ്ങളിലേക്ക് പറക്കുന്നത്, അതുപോലെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് പറ്റണം നമ്മുടെ ഈ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട്. നോക്കാം. ലാസ്റ്റ് ഇയർ ഐ വെന്റ് ടു എ വില്ലേജ് ടു ഇനോഗ്രേറ്റ് എ പ്രോഗ്രാം കോൾഡ് ശാസ്ത്രയാൻ വിച്ച് മീൻസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. കഴിഞ്ഞ വർഷം ഞാനൊരു വില്ലേജിൽ പോയിരുന്നു. ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ്. ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതിന്റെ പേര് ശാസ്ത്രയാൻ. ശാസ്ത്രയാൻ എന്ന് പറയുമ്പോൾ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ് എന്നാണ്. The mission of Shastrayan was to ensure the preparation of about 2,000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. അപ്പോൾ ഈ ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് it was to ensure the preparation of about 2,000 students from different school. പല സ്കൂളുകളിൽ നിന്നും സെലക്ടഡ് ആയിട്ടുള്ള ഏകദേശം 2000-ഓളം കുട്ടികളെ എന്ത് ചെയ്യുക? അവരൊന്ന് പ്രിപ്പയർ ആക്കുക. എന്തിനു വേണ്ടി? അവരെ നല്ല ഭാവിക്ക് വേണ്ടി നല്ല എഞ്ചിനീയേഴ്സ് ആക്കുക, സയന്റിസ്റ്റുകളാക്കുക, ഡോക്ടേഴ്സ് ആക്കുക, ക്വാളിഫൈഡ് മാനേജേഴ്സ്, സിവിൽ സർവൻസ്, അങ്ങനെ എന്താണ് നമ്മുടെ സമൂഹത്തിന് നല്ലൊരു ഭാവി വാഗ്ദാനം എന്നുള്ള നിലയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അതിനുവേണ്ടി അവരെ പ്രിപ്പയർ ആക്കുന്ന ഒരു പരിപാടിയാണ് ഈ ശാസ്ത്രയാൻ എന്ന് പറയുന്നത്, ഒരു പദ്ധതിയാണ്. ദിസ് ആക്ഷൻ വുഡ് ഇൻ ടേൺ എംപവർ അബൌട്ട് 2,000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്. ഈ 2000 കുട്ടികൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അവർ ഡെവലപ്പ് ആവുമല്ലോ ഉറപ്പായിട്ടും. അതിലൂടെ അവരുടെ 2000 ഫാമിലിയിലെ സത്യം പറഞ്ഞാൽ സമൂഹത്തിന് മുമ്പിലേക്ക് ഉയർന്നു വരുന്നത്. ഈ 2000 കുട്ടികൾ റിപ്രസെന്റ് ചെയ്യുന്നത് അവരുടെ ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് ഉയർച്ചകൾ ഉണ്ടായാൽ ഉറപ്പായിട്ടും അവരുടെ ഫാമിലിയും മുന്നേറും. My inaugural address to a mixed audience consisting of 5,000 students and their family members was on the topic Science Empowers the Nation. അപ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മീൻസ് ആ ശാസ്ത്രയാനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇനോഗ്രേഷൻ ടൈമിൽ അദ്ദേഹം സംസാരിച്ചതാണ് ഈ പറയുന്നത്. ആ ഒരു ഇനോഗ്രൽ ടൈമിൽ അദ്ദേഹം സംസാരിക്കുന്നത് മിക്സഡ് ആയിട്ടുള്ള ഓഡിയൻസിന് മുന്നിലാണ്. പല വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഏകദേശം 5,000 സ്റ്റുഡൻസ് ഉണ്ട്. അതിനോടൊപ്പം അവരുടെ ഫാമിലി മെമ്പേഴ്സും പിന്നെ ടീച്ചേഴ്സും ഒക്കെ കാണും. അപ്പോൾ മിക്സഡ് ഓഡിയൻസിന് മുന്നിലാണ് അദ്ദേഹം സംസാരിക്കുന്ന ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദ നേഷൻ. ആഫ്റ്റർ മൈ അഡ്രസ് hundreds of hands were raised for asking questions. അപ്പോൾ എൻ്റെ ഇനോഗ്രൽ അഡ്രസ്സ് കഴിഞ്ഞപ്പോൾ മീൻസ് സ്പീച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് കൈപൊക്കി. 100ഓളം ആൾക്കാർ കൈപൊക്കി എന്നാണ് പറയപ്പെടുന്നത്. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം ഐ സെലക്ടഡ് 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം ഫ്രം ദ ലാസ്റ്റ് റോ ടു ദി ഫസ്റ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ കിട്ടുള്ളൂ. ഈ 100 പേർക്കും ഉള്ള ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും സംശയമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ കൈ ഉയർത്തിയത്, പക്ഷെ എല്ലാവർക്കും ഉത്തരം കൊടുക്കാൻ പറ്റത്തില്ല. സോ അദ്ദേഹം എന്ത് ചെയ്തു? വളരെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത ഫസ്റ്റ് റോയിൽ നിന്നും ലാസ്റ്റ് റോ വരെ വളരെ റാൻഡം ആയിട്ടുള്ള ഒരു സെലക്ഷൻ നടത്തി. അതിൽ നിന്നും ഒരു 12 പേരെ സെലക്ട് ചെയ്ത് അവരോട് സംശയം ചോദിക്കാൻ പറഞ്ഞു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു വൺ ക്വസ്റ്റ്യൻ ഓഫ് ഗ്രേറ്റ് കൺസേൺ വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡന്റ്. അപ്പോൾ ഈ കുട്ടികളിൽ ഒരാൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ആ ചോദ്യം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പോവാം. The question was from a teenager who had come from far away village. അപ്പോൾ ചോദ്യം ചോദിച്ചത് വളരെ ദൂരെ ഒരു വില്ലേജിൽ നിന്ന് വരുന്നൊരു ടീനേജറാണ്, കൊച്ചുകുട്ടിയാണ്. He was nervous and a typical representative of the youth of India. ആ കുട്ടി വളരെ ടെൻസ്ഡ് ആണ്, വളരെ നെർവസ് ആണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യൻ യൂത്തിന്റെ കറക്റ്റ് ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ആ കുട്ടി. കാരണം ആൾക്കാരെ ഫേസ് ചെയ്യാൻ പേടി. നമ്മൾ പല ആൾക്കാരും സ്മാർട്ടായിട്ടുള്ള വളരെ കുറച്ച് പേര് മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ളൂ. യൂത്തിനെ നോക്കുമ്പോൾ എല്ലാവരും വളരെ ഷൈ ആയിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് തന്നെ ആയിരുന്നു ഇന്ത്യൻ യൂത്തിന്റെ. ദ ബോയ് ബിഗൻ സ്പീക്കിംഗ്. സർ ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. കുട്ടി പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്കറിയാലോ വില്ലേജ് കുട്ടികളാവുമ്പോൾ സംസാരിക്കുന്നത് ഇച്ചിരി വിക്കി ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ കുട്ടി അങ്ങനെ തന്നെയാണ്. ഐ എം നെർവസ്. എനിക്ക് എന്ത് ചോദിക്കണം എന്നറിയില്ല സാർ. ഐ എം വെരി നെർവസ്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പോലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ് ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. എനിക്ക് കോൺഫിഡൻസ് വേണം. പക്ഷേ ഈ വർഷങ്ങളിലൊക്കെയും ഈ കഴിഞ്ഞ കാലം അത്രയും ഞാൻ എൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ നടത്തിയല്ലോ, അതിൽ നിന്നൊന്നും എനിക്ക് ഈ പറഞ്ഞ കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല.
ഐ എം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എനിക്ക് ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിനോട് സംശയം ചോദിക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ പോലും കോൺഫിഡൻസ് ഇല്ല. ഐ എം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. എന്തിന്, എൻ്റെ ഫ്രണ്ട്സിനോട് നേരെ സംസാരിക്കാൻ പോലും എനിക്ക് ധൈര്യമില്ല. whenever I talk, I compare myself with other students and their elegant dress. ഞാൻ എപ്പോഴെങ്കിലും സംസാരിക്കാമെന്ന് കരുതുമ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്യും, മറ്റു സ്റ്റുഡൻസുമായിട്ട് എന്നെ അങ്ങ് കമ്പയർ ചെയ്യും. എന്തുവാണ്, അവരുടെ ഡ്രസ്സിങ് കാണുമ്പോഴും അല്ലെങ്കിൽ അവരുടെ സംസാരം കേൾക്കുമ്പോഴും എന്നെ കൊണ്ട് അത്രയൊന്നും പറ്റത്തില്ല. ഇപ്പം നമുക്കും അങ്ങനെയല്ലേ, നമ്മുടെ ക്ലാസ്സിൽ എന്തുവാണ് വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി, ഒരു കുട്ടി, അവരുടെ കൂടെ നിന്നിട്ട് നമ്മളോട് സംസാരിക്കാൻ പറയുമ്പോൾ നമുക്കും പലപ്പോഴും ഒരു മടി തോന്നും, അല്ലെ ഒരു ലജ്ജ തോന്നും. കാര്യം അവരെ പോലെ നമ്മൾ ആകുമോ, അവിടെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മൾ നമ്മളായി തന്നെ ഇരുന്നാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലീസ് ടെൽ മീ, ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. അപ്പോൾ സാറിനോട് സംശയം ചോദിക്കുകയാണ്, സാർ എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ, എനിക്കൊരു മറൈൻ എഞ്ചിനീയർ ആവണം. ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്, എനിക്കൊരു ഷിപ്പിൽ ട്രാവൽ ചെയ്യണം. ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. എന്താണ്, കുട്ടിക്ക് ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആവണം. ഷോൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സർ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ്, എനിക്ക് ക്യാപ്റ്റൻ ആവണം, അതുപോലെ തന്നെ എനിക്കൊരു ഷിപ്പിന്റെ എഞ്ചിൻ എനിക്ക് പണിയണം. സോ ഈ ലക്ഷ്യം, എൻ്റെ ഈ സ്വപ്നങ്ങൾ അതെനിക്ക് നേടിയെടുക്കാനാകുമോ? ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ? ഈ നേട്ടം എനിക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു? When the boy completed the question, the entire audience and the dignitaries on the dais, including the chief minister, were looking at me wondering what Kalam was going to say to the sincere question of a young village boy. അപ്പോൾ ഈ ചോദ്യം ആ കുട്ടി ചോദിച്ച ഉടനെ തന്നെ എൻറ്റയർ ഓഡിയൻസ്, അവിടെ ഇരുന്ന 5000-ഓളം കുട്ടികളും ടീച്ചേഴ്സും ഫാമിലി മെമ്പേഴ്സും പ്ലസ് എൻ്റെ ഡിഗ്നിറ്ററീസ് എന്ന് പറയുമ്പോൾ, ഡയസിലിരിക്കുന്ന ഡിഗ്നിറ്ററീസ് എന്ന് പറഞ്ഞാൽ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇൻക്ലൂഡിങ് നമ്മുടെ CM, അദ്ദേഹം അടക്കം എല്ലാവരും നമ്മുടെ കലാം സാറിനെ തന്നെ നോക്കുകയാണ്. ഈ നിഷ്കളങ്കമായ ഈ ചോദ്യത്തിന് മുന്നേ എങ്ങനെയാണ് അദ്ദേഹം ഉത്തരം പറയാൻ പോകുന്നത് എന്നാണ് എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി നോക്കുന്നത്. ഐ തോട്ട് ഓഫ് ഇറ്റ് ആൻഡ് ബ്രേക്കിംഗ് ദ സൈലൻസ് ഐ സെറ്റ്. ഞാൻ എന്ത് ചെയ്തു, ഒരു നിമിഷം അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് ഞാൻ സംസാരിച്ചു. ഐ സെറ്റ്, മൈ ഡിയർ ഫ്രണ്ട്, you have put the most difficult question among the many questions that I have received from millions and millions of students whom I have met. അപ്പോൾ നമുക്കറിയാം, അബ്ദുൽ കലാം സാറ് എല്ലാവരെയും, മെയിൻലി സ്റ്റുഡൻസിനെ ഫ്രണ്ട് എന്നാണ് സാധാരണ വിളിക്കാറുള്ളത്. അത് അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, മൈ ഡിയർ ഫ്രണ്ട്, അദ്ദേഹം തന്നെ പറയാണ്, ഞാൻ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് സ്റ്റുഡൻസിന്റെ ചോദ്യങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ, വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ചോദ്യമാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ ഇയാൾ അവതരിപ്പിച്ചത്. ഐ വാല്യൂ യുവർ ക്വസ്റ്റ്യൻ, ഇയാളുടെ സംശയം, ആ ചോദ്യം, അത് ഞാൻ മാനിക്കുന്നു. ഐ നോ യു ആർ എക്കോയിങ് ദ ഫിയർ ഓഫ് മെനി. എനിക്കറിയാം ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടിപ്പിക്കൽ ഇന്ത്യൻ യൂത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് ആ കുട്ടി. ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ആ കുട്ടി പ്രകടിപ്പിച്ചിരിക്കുന്നത്. സോ ഐ നോ യു ആർ എക്കോയിങ് മീൻസ് റിഫ്ലക്റ്റിംഗ്. ഒരുപാട് പേരുടെ സംശയമാണ്, പേടിയാണ് ഇയാള് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. ലെറ്റ് മീ റിസൈറ്റ് എ ബ്യൂട്ടിഫുൾ ആൻഷ്യന്റ് പോയം നെയ്മഡ് ഐ വിൽ ഫ്ലൈ. ഞാൻ നിനക്കായിട്ട് ഒരു വളരെ പഴക്കം ചെന്ന ഒരു തമിഴ് പോയം ഞാൻ വായിക്കാം. ഞാനത് വായിക്കുകയാണ്. ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, I am born with goodness and trust. I am born with ideas and dreams. I am born with greatness. I am born with confidence. I am born with wings. So I am not meant for crawling. I have wings. I will fly. I will fly and fly. എന്തുവാ, ഐ എം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, എനിക്ക് കഴിവുകളുണ്ട്. ഐ എം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, ക്വാളിറ്റീസ് ഉണ്ട്. ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്വാളിറ്റീസ് ആണ് സൂചിപ്പിക്കുന്നത്. എനിക്ക് കഴിവുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട്. ഐ എം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്. എന്താണ്, നല്ലൊരു ഐഡിയാസ് ആൻഡ് ഡ്രീംസ് എങ്ങനെയാണ് വരുന്നത്? എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, അല്ലേ, മനസ്സ് ഇല്ലേ, ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഐഡിയാസും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. സോ എനിക്ക് ചിന്തിക്കാനുള്ള ഒരു നല്ല മനസ്സുണ്ട്. ഐ എം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്. ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രവൃത്തിയാണ്, നമ്മൾ ഗ്രേറ്റ് ആണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. അപ്പൊ നല്ല പ്രവർത്തിക്കാനുള്ള കഴിവും ശരീരവും മനസ്സും ഒക്കെ എനിക്കുണ്ട്. ഐ എം ബോൺ വിത്ത് കോൺഫിഡൻസ്. ഇനി എന്റെ മനസ്സിന് ഉറപ്പുണ്ട്, ആത്മവിശ്വാസമുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഐ എം ബോൺ വിത്ത് വിങ്സ്, എനിക്ക് ചിറകുകളുണ്ട്. സോ ഐ എം നോട്ട് മെന്റ് ഫോർ ക്രോളിംഗ്. ചിറകുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇഴയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ചിറകുകൾ ഉണ്ടെങ്കിൽ ആ ചിറകുകളെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് പറ്റണം. ഇപ്പൊ ചിറകുകൾ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നേ? പറക്കാൻ, അല്ലേ? അപ്പോൾ എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് ആ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ, അത് പ്രകടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യണം. അപ്പോൾ ചിറകുകളുള്ള ഞാൻ ഇഴയേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ ഐ ഹാവ് വിങ്സ് ആൻഡ് ഐ വിൽ ഫ്ലൈ. എനിക്ക് ചിറകുകളുള്ളത് കൊണ്ട് ഞാൻ പറക്കുക തന്നെ ചെയ്യും. അതിൻ്റെ അർത്ഥം എൻ്റെ കഴിവുകൾ ഞാൻ തിരിച്ചറിഞ്ഞ് അത് എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. ഓക്കെ, അങ്ങനെ വന്നാൽ എനിക്ക് നല്ല പ്ലാറ്റ്ഫോംസ് കിട്ടും. അതുവഴി എനിക്ക് വിജയങ്ങളിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ കുട്ടിക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മെസ്സേജ് നൽകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോയം അദ്ദേഹം റിസൈറ്റ് ചെയ്തത്? ഉറപ്പായിട്ടും ആ കുട്ടിക്ക് കഴിവുകളുണ്ട്,
അവൻ കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് മാറി നിൽക്കുന്നത്. അപ്പോൾ അത് പ്രകടിപ്പിച്ചാൽ മാത്രമേ അവന്റെ കഴിവ് പുറത്തു കൊണ്ടുവരണം. കോൺഫിഡൻസ് അവൻ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അവന് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. അപ്പോൾ ഈ ചോദ്യം അവൻ എന്താ ചോദിച്ചത്, എനിക്ക് എങ്ങനെ എന്റെ ലക്ഷ്യങ്ങൾ നേടാനാകും? അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, കോൺഫിഡന്റ് ആവുക. അതുപോലെ തന്നെ അവന്റെ കഴിവ് അവൻ തിരിച്ചറിയുക, ഷൈ ആയിട്ട് പുറകിലേക്ക് പോവാതിരിക്കുക. എന്താണ്, എല്ലാം വളരെ കറേജസ് ആയിട്ട് ഫേസ് ചെയ്യുക. യങ് ഫ്രണ്ട്സ്, ലെറ്റ് മീ ഡിസ്കസ് വിത്ത് യു ഹൗ യു ക്യാൻ ബി യുണീക്ക്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയാണ്, എങ്ങനെ യുണീക്ക് ആവാം, വ്യത്യസ്തനാവാം. നമ്മൾ എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് സൊസൈറ്റിയിൽ, അല്ലേ? ഒരാളെ പോലെ ഒരിക്കലും മറ്റൊരാളാവത്തില്ല. നമ്മൾ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്. എന്തുവാണ്, എല്ലാവരുടെയും മനസ്സ് വ്യത്യസ്തമാണ്, നമ്മളുടെ ചിന്താഗതിയും വ്യത്യസ്തമാണ്. ഒരുപോലെ ആരും ചിന്തിക്കത്തില്ല. ഇവിടെ പറയാണ് നിങ്ങൾ യുണീക്ക് ആവണം, അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ഐ ഹാവ് സോ ഫാർ മെറ്റ് 15 million യൂത്ത് ഇൻ എ ഡീക്കേഡ്സ് ടൈം. കഴിഞ്ഞ ആ ഒരു കാലത്തിൽ 15 മില്യണോളം ഞാൻ ഇതുപോലെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ, മീൻസ് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ലേൺഡ് എവറി യൂത്ത് വാണ്ട്സ് ടു ബി യുണീക്ക്, ദാറ്റ് ഈസ് യു. ഇവിടെ YOU ക്യാപിറ്റലൈസ് ചെയ്ത് തന്നിരിക്കുന്നത് എന്തുവാണ്, നിങ്ങളെ ആ ഒരു വാല്യൂ നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് യുണീക്ക് ആവണം എന്നുള്ളതാണ്, ഒരാളെ പോലെ മറ്റൊരാൾക്ക് ആവാനല്ല. ഞാൻ നിങ്ങളോട് നൽകുന്ന ഉപദേശം അത് തന്നെയാണ്. നിങ്ങൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കരുത്, മറ്റുള്ളവരാവാൻ നിങ്ങൾ ശ്രമിക്കരുത്, നിങ്ങളാവാനാണ് ശ്രമിക്കേണ്ടത്. ബട്ട് ദ വേൾഡ് ഓൾ അറൗണ്ട് യു ഈസ് ഡൂയിങ് ഇറ്റ്സ് ബെസ്റ്റ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്ക് യു ജസ്റ്റ് എവരിബഡി എൽസ്. എന്താണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം രാവും പകലും ഇല്ലാതെ നിങ്ങളെ എന്ത് ചെയ്യാണ്, പ്രഷറൈസ് ചെയ്യാണ്. മീൻസ് എന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾ മറ്റാരെങ്കിലും ഒക്കെ ആവാൻ വേണ്ടി. അവനെ കണ്ടുപഠിക്കുക, അല്ലെങ്കിൽ ഇവനെ കണ്ടുപഠിക്കുക, അയലത്തെ വീട്ടിലെ കുട്ടിക്ക് മാർക്ക് കിട്ടി, അവനെ പോലെ ആക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മാക്സിമം എന്ത് ചെയ്യും, അവരെ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്, പ്രഷറൈസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. In your home, dear young fellows, you are asked by your parents to be like the neighbor's children for scoring good marks. Even നിങ്ങളുടെ വീടുകളിൽ പോലും നിങ്ങളുടെ പാരൻസ് എന്താ ചെയ്യുന്നത്, അയലത്തെ വീട്ടിലെ കുട്ടിയെ പോലെ നല്ല മാർക്കുകൾ നേടണം. അതായത് നിങ്ങളോട് എപ്പോഴും പറയുന്ന മറ്റുള്ളവരെ പോലെ ആകാനാ, നിങ്ങളാകാനല്ല. When you go to school, your teacher says, why don't you become like the first 5 rankers in the class? സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സും അതാ ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിലെ ഫസ്റ്റ് 5 റാങ്കേഴ്സിനെ പോലെ ആകുന്നില്ല? Wherever you go, people say you have to become somebody else. എന്തുവാണ്, അപ്പോൾ നിങ്ങൾ എവിടേക്ക് പോയിരുന്നാലും എല്ലാവരും പറയുന്നത് നിങ്ങൾ മറ്റാരെങ്കിലും ആവണം എന്നാണ്. Now, dear young friends, how many of you would like to be unique yourself? അപ്പൊ ചോദ്യമാണ്, അദ്ദേഹത്തിന്റെ മറുപടിക്ക് പകരം ഒരു ചോദ്യം അങ്ങോട്ട് ഉന്നയിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് യുണീക്ക് ആകണം? അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും കൈ പൊക്കണമല്ലോ, പൊക്കും. The challenge, my dear young friends, is that you have to fight the hardest battle which any human being can ever imagine, and never stop fighting until you arrive at your destined place, that is a unique you. എന്തുവാണ്, അതൊരു ചലഞ്ചാണ്, അല്ലേ? നമ്മുടെ മുന്നിലുള്ളത് ഒരു ചലഞ്ചാണ്. നമ്മുടെ മനസ്സിലെ നമ്മുടെ മൈൻഡിലുള്ള ലക്ഷ്യങ്ങൾ, അല്ലേ, അത് സത്യമാക്കണമെങ്കിൽ, ആ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കണമെങ്കിൽ നമുക്ക് നടന്നു പോകേണ്ട പാത ഒരിക്കലും സുഗമമായിരിക്കത്തില്ല. എന്തുവാണ്, അത് ഒരു വല്ലാത്ത വെല്ലുവിളിയായിരിക്കും. അത് നമ്മൾ ഫേസ് ചെയ്യണം, അതിന് നമ്മൾ പ്രാപ്തരാവണം. ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ. അത്രയും നമ്മൾ പറയില്ലേ, കല്ലും മുള്ളും നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതൊക്കെ, അതായത് ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ വിജയങ്ങൾ നേടുന്നത് വരെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ധൈര്യത്തോടെ ഇതെല്ലാം ഫേസ് ചെയ്യാം. ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും അതിൻ്റെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ ഇതുപോലുള്ള പാതകളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വരും. ആൻഡ് ക്യാൻ എവർ ഇമാജിൻ ആൻഡ് നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് അണ്ടിൽ യു അറൈവ് അറ്റ് യുവർ ഡെസ്റ്റിൻ പ്ലേസ്. മീൻ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒരു യുണീക്ക് യു ആണ്, വളരെ വ്യത്യസ്തനായ നിങ്ങൾ എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, നിങ്ങൾ ആരാണോ അത് നിങ്ങൾ തെളിയിക്കുന്ന ആ ഒരു നിമിഷം വരെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫൈറ്റിംഗ് നിർത്തരുത്. ഇതുപോലുള്ള ചലഞ്ചസിന് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നേറണം. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അപ്പോൾ ഇതിലൂടെ നമുക്കറിയാം എന്തൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. ഒരു മോട്ടിവേഷൻ ക്ലാസ് കണ്ടു തീർന്ന, അല്ലെങ്കിൽ അത് കേട്ട ഒരു ഫീലാണ് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേൾക്കുമ്പോൾ തോന്നുന്നത്. എത്ര ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നാലും, ഡിസ്കംഫേർട്ടായിട്ട് തോന്നുന്ന ഏതൊരു കുട്ടിക്കും അദ്ദേഹത്തിൻ്റെ സ്പീച്ച് കേട്ടാൽ ആ ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആവും. ഇൻസ്പയറിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്ന മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചാപ്റ്റർ മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കത് ആദ്യം നോക്കാം. ഇതിൽ ആക്ടിവിറ്റി 1 വളരെ പ്രധാനമല്ല, എന്നാൽ ആക്ടിവിറ്റി 2 ഇറ്റ്സ് എ സ്പീച്ച്. ഓക്കെ, ഒരു സ്പീച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇമാജിൻ ദാറ്റ് യു ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ക്ലാസ് X സ്റ്റുഡൻസ്. X അല്ല, അത് 10th ആണ്, സോറി.
ക്ലാസ് 10 സ്റ്റുഡൻസ് ബിഫോർ ദ പബ്ലിക് എക്സാമിനേഷൻ. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർ ആദ്യമായിട്ട് പബ്ലിക് എക്സാം ഫേസ് ചെയ്യുന്നത് 10th വെച്ചാൽ. നിങ്ങൾ അത് കഴിഞ്ഞിട്ടല്ലേ ഇപ്പം പ്ലസ് 1 വന്നത്. സോ ഓൺ ദി ബേസിസ് ഓഫ് ഡോക്ടർ കലാംസ് മെസ്സേജ് പ്രിപ്പയർ എ സ്പീച്ച് ടു മോട്ടിവേറ്റ് ആൻഡ് പ്രിപ്പയർ ദം ഫോർ ദി എക്സാമിനേഷൻ. അപ്പോൾ കലാം സാറിൻ്റെ ഈ ഒരു സ്പീച്ചിൽ നിന്നും നിങ്ങൾ ഇൻസ്പയർഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ നിന്ന് കിട്ടിയ മെസ്സേജ് എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, ഈ കുട്ടികളെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ അവർക്ക് വേണ്ടി ഒരു സ്പീച്ച് തയ്യാറാക്കുക. ശ്രദ്ധിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം സ്പീച്ച്. അവിടെ ചെന്ന് പിള്ളേരെ ടെൻഷൻ എടുപ്പിക്കാനല്ല. സോ നമ്മുടെ ഓരോ വാക്കുകളിലും നമ്മൾ എഴുതുന്ന ഓരോ സെൻറ്റൻസിലും അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും എഴുതാൻ ശ്രമിക്കേണ്ടത്. സോ നമുക്ക് ഈ സ്പീച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്പീച്ചിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഒരുപാട് സ്പീച്ചുകൾ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. എങ്ങനെയായിരിക്കണം അതിൻ്റെ ഒരു ലേ ഔട്ട് നമുക്ക് നോക്കാം. അറിയാം, ആദ്യം എല്ലാവരെയും ഗ്രീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് ഒക്കേഷൻ നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ ഇരിക്കുന്നൊരു അങ്ങനത്തെ ഒരു ചടങ്ങാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയസിലിരിക്കുന്ന ഡിഗ്നിറ്ററീസിനെ ഉറപ്പായിട്ടും ആദ്യം ക്ഷണിക്കണം, അല്ലെങ്കിൽ അവരെ ഗ്രീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഓഡിയൻസിനെ ഗ്രീറ്റ് ചെയ്യണം. ഇതാണ് സാധാരണ ഒരു മര്യാദ. ഇതിനങ്ങനെ ഇല്ല, സാധാരണ ഒരു വളരെ കാഷ്വൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രസംഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിയർ ഫ്രണ്ട്സ് ഒന്നോ ഹായ് ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഓക്കെ, അങ്ങനെ ഗ്രീറ്റ് ചെയ്ത് തുടങ്ങാം. സോ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു ക്ലാസ് റൂമിനകത്ത് നടത്തുന്ന സ്പീച്ചാണ്. ആ ഒരു രീതി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം ജസ്റ്റ് അവരെ ഗ്രീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എപ്പോഴും സ്പീച്ചിനൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണം. അതായത് നമ്മൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നോർമലി നിങ്ങളെല്ലാവരും സ്പീച്ചൊക്കെ കേട്ടിട്ടുള്ളതല്ലേ, ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഇന്നതാണ്. ഇതൊക്കെ നമ്മൾ കേട്ട് വളരെ ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെ സ്പീച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എപ്പോഴും സ്പീച്ച് എഴുതാൻ ശ്രമിക്കുക. സ്പീച്ച് മാത്രമല്ല, നിങ്ങൾ എന്ത് ആൻസർ എഴുതിയിരുന്നാലും ഒരിടത്തു നിന്ന് കോപ്പി അടിക്കാൻ മീൻസ് നമ്മൾ മറ്റു ഗൈഡുകളെ നോക്കാതെ ശ്രദ്ധിക്കാതെ നമ്മുടേതായിട്ട്, ഈവൻ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പല ആൾക്കാർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തത്. മലയാളത്തിലാണെങ്കിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മലയാളത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ലേ, അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. ഈ ചിന്തകളെ ജസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യും. നമുക്ക് ചിലപ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് വരാം, നിങ്ങൾ എഴുതുമ്പോൾ സെൻറ്റൻസ് പൂർത്തിയാകാതെ വരാം. പക്ഷേ അങ്ങനെ പേടിച്ച് നിങ്ങൾ ഇപ്പോഴേ എഴുതാതിരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഇംഗ്ലീഷ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം മാറ്റി നിർത്തിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതാണ് ഏറ്റവും ചെയ്യാനുള്ളത്. അതായത് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു നല്ല റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്ത് നോക്കുക, എഴുതി നോക്കുക. ഇവിടെ എങ്ങനെ നമുക്ക് സ്പീച്ച് തയ്യാറാക്കാം. ഈ സ്പീച്ചിനെ പറ്റി ഞാൻ പറഞ്ഞു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ നല്ലൊരു തുടക്കം വേണം. അതായത് നമ്മുടെ പ്രസംഗം എന്ന് പറയുന്നത് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് തുടക്കത്തിൽ, ഇപ്പോൾ നമ്മൾ പറയില്ല ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ, കേൾക്കുന്ന ആൾക്കാർക്ക് അത് കേൾക്കാൻ തോന്നണം, ഒരു ക്യൂരിയോസിറ്റി ഫീൽ ചെയ്യണം. എന്തോ നല്ല രീതിയിൽ പ്രസംഗിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവരെ ഒരു അറ്റൻഷൻ പിടിച്ചെടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത്. സോ നമുക്ക് എങ്ങനെ വ്യത്യസ്തമാക്കാം. നമുക്കൊരു നല്ല കോട്ട് അല്ലേ, ആരെങ്കിലും മഹത് വ്യക്തികൾ പറഞ്ഞ വചനങ്ങൾ, അല്ലെങ്കിൽ നല്ലൊരു പ്രോവർബ്, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തുടങ്ങാം. അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മളിപ്പോൾ ഞാൻ ഇന്ന് പ്രസംഗിക്കാനാണ് വന്നിരിക്കുന്നത് എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാതെ ഒരു കഥയിലൂടെ, ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞിട്ടൊരു കഥയിലൂടെ നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി. അതിപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടില്ലേ, ഫേബിൾസ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ അറിയാം അല്ലെ. ഒരുപാട് മൃഗങ്ങളെയൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫേബിൾസ് നമുക്കറിയാം. അതുപോലെ ഒരു നല്ല ഫേബിൾ, നല്ലൊരു മോറൽ ലെസൺ കിട്ടുന്ന ഒരു ഫേബിൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പറയാം. അങ്ങനെ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് തുടങ്ങാം. അപ്പോൾ എങ്ങനെ വ്യത്യസ്തമാക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സാധാരണ എഴുതുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ വളരെ ബോറിംഗ് ആയിരിക്കും. നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഫേബിൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹത് വ്യക്തിയുടെ വചനം നമുക്ക് കോട്ട് ചെയ്തിട്ട് അവിടെ എഴുതാം, അല്ലെങ്കിൽ ഒരു പ്രോവർബ് നമുക്ക് യൂസ് ചെയ്യാം. ഈ രീതിയിൽ അവരുടെ അറ്റൻഷൻ നമ്മൾ പിടിച്ചു പറ്റുക. ദെൻ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ മെസ്സേജിലേക്ക് പോവുക. ഇതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ ഒരു നല്ല സ്റ്റോറിയിലൂടെ തുടങ്ങുക. നല്ലൊരു ഗുണപാഠം നൽകുന്നൊരു കഥ നമ്മൾ സെലക്ട് ചെയ്യുക. ആ കഥയിലൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ഐഡിയയിലേക്ക് കൊണ്ടുവരിക. ഇപ്പം നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നില്ല, കാക്കയുടെ ഒരു കഥയുണ്ട്. കാക്ക ദാഹിച്ചു വലഞ്ഞിരിക്കുമ്പോൾ ഒരു കുടത്തിൽ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്തു, അവൻ ആദ്യം നോക്കുമ്പോൾ അവന് അകത്ത് കയറി കുടിക്കാൻ പറ്റത്തില്ല. അടുത്ത് ഉരുളൻ കല്ലുകൾ കണ്ടു, ചെറിയ ചെറിയ കല്ലുകൾ. അതിനെ പെറുക്കി ഇട്ടിട്ട് എന്ത് ചെയ്തു, വെള്ളം ഉയരുന്നത് വരെ അതിൻ്റെ വെള്ളം ലെവലിൽ റേസ് ചെയ്ത് വന്നു. ഏറ്റവും അവസാനം വെള്ളം പൊങ്ങി അവന് കൊത്തി കുടിക്കാൻ പറ്റുന്ന രീതിയിൽ വരെ എത്തിയപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ്റെ വയറ് നിറഞ്ഞ് വെള്ളം കുടിച്ചു, അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതുപോലെ ഇവിടെ എന്ത് മെസ്സേജാണ് കിട്ടുന്നത്, അവന് നല്ല ബുദ്ധിയോടുകൂടി അവൻ ചിന്തിച്ചു, അവൻ ഹാർഡ് വർക്ക് ചെയ്യുക കൂടെ ചെയ്തു അല്ലേ. വളരെ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ അവൻ വർക്ക് ചെയ്തത് കൊണ്ടാണ്
അവന് ആ ഒരു വിജയം കൈവരിക്കാൻ പറ്റിയത്. സോ നമ്മുടെ ഹാർഡ് വർക്ക് ഒരിക്കലും വെറുതെ ആവത്തില്ല. ഇവിടെ കുട്ടികൾ പേടിക്കാൻ പോവാണ്, കുട്ടികൾ പരീക്ഷ എഴുതാൻ പോവാണ്. അവർ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, വളരെ നല്ല രീതിയിൽ എഴുതാനും വേണ്ടി. അതിന് പറ്റിയൊരു കഥ നിങ്ങൾ തന്നെ ഇപ്പോഴേ ചിന്തിക്കുക. എന്നിട്ട് ആ സ്റ്റോറി നമുക്ക് തുടങ്ങാം. എന്നിട്ട് അവരോട് പറയുക, ഈ സ്റ്റോറിയിൽ ഇങ്ങനൊരു മെസ്സേജാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ആ ഒരു കഥാപാത്രത്തിന് എങ്ങനെ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? നമ്മൾ മാത്രമല്ലല്ലോ, അത് എന്താണ്, നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ ഇതുപോലെയുണ്ട്. കഷ്ടപ്പാടുകളിൽ നിന്നും ഉയർന്നു വന്ന ആൾക്കാർ. അവരുടെ ലൈഫിനെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് റെഫർ ചെയ്യാം. നമ്മൾ എന്താണ് APJ അബ്ദുൽ കലാം സാറിനെ പറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ അതുപോലുള്ള മഹത് വ്യക്തികളെ പറ്റി. അവരുടെ ലൈഫും ഇതുപോലെയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാണ് അവരും ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പം അവർ വിജയിച്ചല്ലോ അല്ലേ? എല്ലാവരും ലോകം അറിയുന്ന ആൾക്കാരായിട്ട് അവർ മാറിയില്ലേ? എന്തുകൊണ്ടാണ്? അതിന് പിന്നിൽ അവരുടെ വർക്ക് തന്നെയാണ്. അപ്പോൾ ആ ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തണമെങ്കിൽ പേടിച്ച് പിന്നോട്ടിരുന്നാൽ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഈ രീതിയിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്നതായിരിക്കണം നിങ്ങളുടെ സ്പീച്ച്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നോർമലി ഇവിടെ നിന്നെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഗൈഡിൽ നിന്നും നിങ്ങൾ റെഫർ ചെയ്ത് അതിനെ കാണാതെ പഠിച്ച് എഴുതുന്നതിനേക്കാളും നല്ലത് ഈ രീതിയിൽ നിങ്ങളവിടെ ഒരാൾ എങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതേ രീതിയിൽ നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. അതാണ് ഇവിടെ സ്പീച്ചിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമ്മൾ സ്പീച്ച് എഴുതുകയല്ലേ ചെയ്യുന്നത്, നമ്മൾ ഡെലിവർ ചെയ്യുന്നത് അവിടെയാണ്. ഇപ്പോൾ നമ്മൾ എക്സാമിന് സ്പീച്ച് എഴുതുക ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ആദ്യം ഒരു പാരഗ്രാഫ് ഞാൻ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ പോലെ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ സ്റ്റോറിയോ അല്ലെങ്കിൽ പ്രോവർബോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഒരു നല്ല തുടക്കം കൊടുക്കുക. അതിന് പേജ് കണക്കൊന്നുമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ, എത്ര നല്ല രീതിയിലാണോ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്, അത്രയും രീതിയിൽ ആ രീതിയിൽ നിങ്ങൾ എഴുതുക. ഇപ്പോൾ ഒരു പാരഗ്രാഫ് അതിനെ എഴുതാം. 1-2 പാരഗ്രാഫിൽ ഈ സ്റ്റോറി നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക. ദെൻ അവിടെ നിന്നും നമുക്ക് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലുള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾ നമുക്കുണ്ട്. അവരുടെ ലൈഫിനെ നമുക്ക് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സംഭവം നമുക്ക് ഇൻസിഡൻസ് കൊടുക്കാം. നമ്മൾ പഠിച്ചിട്ടില്ലേ, എന്താണ് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ചവരും ഉണ്ട് നമ്മുടെ ചുറ്റും അല്ലേ? അതിൽ നിന്നും പഠിച്ചിട്ട് പ്രസിഡന്റ് ആയ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുപോലുള്ള റിയൽ ലൈഫ് ഇൻസിഡൻസ് നമുക്ക് ഇതിനകത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും നമ്മുടെ ആൻസറിൽ. അത് വളരെ കൺവിൻസിങ് ആണ്. അത് കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ആളിന് ഉറപ്പായിട്ട് അവർക്ക് തോന്നും, ഇതൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യം, അവർക്ക് സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കില്ല? ഈവൻ നിങ്ങൾക്ക് വേണം ചെയ്യാം. ആ സ്കൂളിൽ തന്നെ മുന്നേ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പൂർവ്വ വിദ്യാർത്ഥികൾ കാണുമല്ലോ, അവരേതെങ്കിലും നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സിവിൽ സർവീസ് കിട്ടിയ പിള്ളേരില്ലേ, അല്ലെങ്കിൽ വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ള ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കുന്ന പിള്ളേരില്ലേ, അവരും ഇതുപോലെയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനത്തെ ഫാമിലീസിൽ നിന്ന് വരുന്ന പിള്ളേർക്കാണ്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്പീച്ച് എഴുതുക. അവസാനം താങ്ക് യു, ഗ്രീറ്റിംഗും താങ്ക് യു ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനകത്തുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. ഈ സ്പീച്ച് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രത്യേക ലേഔട്ടൊന്നുമല്ല. നിങ്ങൾക്ക് എങ്ങനെ ആ ആശയം കൺവിൻസ് ചെയ്യാൻ പറ്റുമോ അതാണ് സ്പീച്ച്. അത് എത്ര മനോഹരമായിട്ടുള്ള രീതിയിൽ വേണമെങ്കിലും ആക്കാം, എത്ര ബോറിംഗ് ആണെങ്കിലും ആക്കാം. ചില പ്രസംഗങ്ങൾ കേട്ടാൽ നമ്മളിരുന്ന് ഉറങ്ങിപ്പോവും. അതല്ല നമുക്കവിടെ വേണ്ടത്. ഇവിടെ നമ്മൾ 10 പിള്ളേർ എക്സാം എഴുതാൻ പോവുക, അവർക്ക് കൊടുക്കുന്ന മോട്ടിവേഷനാണ്. നിങ്ങൾ അവരുടെ ചേട്ടനും ചേച്ചിമാരും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. അവരെ ഉറക്കാനല്ല, അവരെ മോട്ടിവേറ്റ് ചെയ്യാനാണ് നമ്മൾ പോവേണ്ടത്. അതുപോലെ തന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യരുത്. നിങ്ങൾ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടായുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആ സീരിയസ്നെസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, ഇത് കളിച്ചു കളയാനുള്ളതല്ല. ഇവിടെ നമ്മുടെ വിജയം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്ന ഒരുപാട് ചവിട്ടുപടികൾ നമുക്കുണ്ട്. ആ ചവിട്ടുപടികളിൽ ആദ്യത്തെ പടി എന്ന് പറയുന്നതാണ് ഈ പബ്ലിക് എക്സാം 10ാം ക്ലാസ്സിലേത്. അതിനുശേഷം +1 ദെൻ +2, പിന്നെയാണ് നമ്മുടെ ലൈഫ് പല റൂട്ടിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഈ രീതിയിൽ കൺവിൻസിങ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. സ്പീച്ചിനെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ. അതിൽ എന്ത് കണ്ടന്റ് എഴുതണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അതിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമൻ്റ് ആയിട്ട് വീഡിയോയുടെ താഴെ പറഞ്ഞാൽ മതി. ഞാൻ അത്യാവശ്യം നോട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരാം. പക്ഷെ അതും നിങ്ങൾ കാണാതെ എഴുതാൻ ഒരിക്കലും ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ നോട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നോട്ട്സ് വേണമെങ്കിൽ എനിക്ക് മെൻഷൻ ചെയ്താൽ മതിയായിരുന്നു, ഞാനത് പറയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഒരിക്കലും കോപ്പി അടിക്കാൻ ശ്രമിക്കരുത് എപ്പോഴും. കാരണം നമ്മളൊരു ലാംഗ്വേജോ ഒരു സബ്ജക്റ്റോ നമ്മൾ പഠിക്കുമ്പോൾ അത് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിപ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് ഇപ്പോൾ സൈക്കിൾ ഓടാൻ പഠിക്കുന്നു. സൈക്കിൾ ഓടാൻ പഠിച്ചിട്ട് സൈക്കിൾ ചവിട്ടി നോക്കിയാലല്ലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മനസ്സിലൊരു ഫീൽ ഉണ്ടാവുള്ളൂ, ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അതുപോലെ നിങ്ങൾ പഠിക്കുന്നത് എന്താണോ അത് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആ രീതിയിൽ എഴുതി നോക്കുക. ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒരുപാട് മിസ്റ്റേക്കുകൾ വരും ഗ്രാമറായിട്ട്. നമുക്ക് എല്ലാവർക്കും പേടിയുണ്ട് ഗ്രാമർ മിസ്റ്റേക്ക് വരാം.
അല്ലേ? സെൻറ്റൻസ് പൂർത്തിയാക്കാൻ പറ്റാതെ വരും, വാക്കുകൾ തെറ്റിപ്പോവാം. ഈ സംശയങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞുകൂടാ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നത്. നമ്മളത് തിരുത്തണം. അത് തിരുത്തി നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത തവണ എഴുതാൻ പറ്റും. ഇപ്പോൾ ഒരിക്കൽ തെറ്റ് പറ്റി, ആ തെറ്റ് തിരുത്തി അടുത്ത തവണ എഴുതുമ്പോൾ ഈ തെറ്റ് ഇനി ആവർത്തിക്കുമോ? ഒരിക്കലുമില്ല. തെറ്റ് തിരുത്തിയാണ് നമ്മൾ അടുത്ത തവണ എഴുതുന്നത്. അപ്പോഴും തെറ്റ് പറ്റിയെങ്കിൽ അതും തിരുത്തി അടുത്ത തവണ എഴുതണം. അങ്ങനെ 2-3 വട്ടം ആകുമ്പോൾ നിങ്ങൾ ക്ലിയർ ആകുമ്പോഴേ നിങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട. ഓക്കെ, അതുകൊണ്ട് നോട്ട് ഒരിക്കലും കോപ്പി ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം നോട്ട്സ് വേണമെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ തരാം, നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അത് വേണമെങ്കിൽ ഞാൻ തരാം. അല്ലാതെ കൃത്യമായിട്ട് നോട്ട് എന്നോട് ചോദിക്കേണ്ട. നോട്ട് തന്നാൽ നിങ്ങൾ പല ആൾക്കാരും അത് കാണാതെ എഴുതും, അത് വേണ്ട. സോ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് അടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഇമെയിലാണ്. ഇതിൻ്റെയൊക്കെ ഫോർമാറ്റോ ലേ ഔട്ടോ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അയച്ചു തരാം. ഓക്കെ, അടുത്തത് ഇമെയിലാണ്. ഇമെയിൽ എന്താണ്? ഇമെയിൽ എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിരിക്കും ഇമെയിൽ. നമ്മളൊരു ലെറ്റർ എഴുതുന്നത് പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ ഇമെയിൽ എഴുതാറില്ല. ഇമെയിലും നമ്മൾ ലെറ്ററിനെ പോലെ തന്നെ ഫോർമലും ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽസ് ഉണ്ട്. അത് നമ്മൾ എന്തിനായിരിക്കും എഴുതുന്നത്? എന്തെങ്കിലും വളരെ അടിയന്തരമായിട്ടുള്ളൊരു കാര്യം മറ്റൊരാളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ഒരു ഒഫീഷ്യലായിട്ടുള്ള എന്തെങ്കിലും പർപ്പസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പോലെ കാഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? യു ഗെറ്റ് ഇൻസ്പയർഡ് ബൈ ഡോക്ടർ APJ Abdul Kalam മെസ്സേജ് ആൻഡ് ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ടു യുവർ ഫ്രണ്ട് ഹു ഈസ് സ്റ്റഡിങ് എബ്രോഡ്. നിങ്ങൾ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഈ ഒരു സ്പീച്ച് കേട്ടു എന്ന് വയ്ക്കുക. ദെൻ ഇതിൽ നിന്ന് നിങ്ങൾ വളരെ ഇൻസ്പയർഡ് ആണ്. അതായത് എന്താണ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു യുണീക്ക് യു ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാണ്. സോ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു മൂഡ്, അത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്, എബ്രോഡുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് നിങ്ങൾ അയക്കുന്ന മെയിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മെയിൽ തയ്യാറാക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്പീച്ച് കേട്ടിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആണ്, ആ കണ്ടീഷൻ, ആ ഒരു മെൻ്റൽ കണ്ടീഷനിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ നമ്മൾ വല്ലാത്തപ്പോൾ നമുക്കൊരു അടിപൊളി ഫിലിം നമ്മൾ കാണുകയാണ്, ആ ഫിലിമിൻ്റെ വിശേഷം നമ്മുടെ ഫ്രണ്ടിനോട് പറയുമ്പോൾ എന്തായിരിക്കും? അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ വാക്കുകളിൽ അത് പ്രകടമാണ്. എത്രത്തോളം ആ സിനിമ അടിപൊളിയായിരുന്നു എന്നുള്ളത്, ആ സിനിമ എത്രത്തോളം നമ്മളെ പിടിച്ചിട്ടുണ്ട്, മീൻസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം അത് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് എൻ്റർടൈനിങ് ആയിട്ട് തോന്നി എന്നുള്ളത് നമ്മുടെ വാക്കുകളിലൂടെയാണ് മറ്റൊരാൾ അറിയുന്നത്, ഇല്ലേ? നമ്മളത് പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ഉള്ളിൽ എന്താണോ അത് കൃത്യമായിട്ട് നമ്മളവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതേ രീതിയിലായിരിക്കണം ഇതുപോലൊരു മെയിലും തയ്യാറാക്കേണ്ടത്. അതായത് ഈ സ്റ്റോറി എത്ര ഇൻസ്പയറിംഗ് ആണോ, അത് നിങ്ങളെ എങ്ങനെയാണോ മോട്ടിവേറ്റ് ചെയ്തത്, ഇൻസ്പയർ ചെയ്തത്, അതേ അളവിൽ തന്നെ നിങ്ങൾ അതിനെ റിഫ്ലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങളൊരു മിററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളെ എങ്ങനെ ഇൻസ്പയർ ചെയ്തോ അതേപോലെ നിങ്ങൾ അപ്പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യുക ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ഒരിക്കലും ബോറിംഗ് ആക്കാൻ പാടില്ല. പിന്നെ ഇമെയിൽ ആയതുകൊണ്ട് തന്നെ വളരെ ഷോർട്ട് ആയിരിക്കും, അറിയാമല്ലോ, ഒരുപാട് നീളത്തിലൊന്നും എഴുതണ്ട. ഇതിൻ്റെ ലേഔട്ട് ഞാൻ തരാം. സെൻറ്റർ അഡ്രസ്സ്, നമ്മുടെ വെബ് അഡ്രസ്, മെയിൽ ID ആണ് നമ്മൾ കൊടുക്കാറുള്ളത്, ടു ഫ്രം ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ ഒരു സബ്ജക്റ്റ് വെക്കാറുണ്ട്. ദെൻ BCCC എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംവിധാനങ്ങളുണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് തരാം. ദെൻ അതിനുശേഷം കണ്ടന്റ് എഴുതുക. കണ്ടന്റ് ഇതുപോലെ തന്നെ ഡിയർ ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഗ്രീറ്റിംഗ്, നമ്മൾ അവിടെ ഫുൾ അഡ്രസ്സ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. കാരണം ഇത് ലെറ്റർ അല്ല നമ്മൾ എഴുതുന്നത്, മെയിലാണ്. അവിടെ നമ്മൾ അഡ്രസ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, മെയിൽ ID മാത്രം നമ്മൾ കൊടുത്താൽ മതി. ദെൻ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഇതൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഷോർട്ടായിട്ടുള്ള രീതിയിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് അവസാനിപ്പിക്കുക. താങ്ക് യു എന്നോ അല്ലെങ്കിൽ യുവേഴ്സ് ലവിംഗ്ലി നമുക്ക് പറയാം, അതിന് കുഴപ്പമില്ല. ദെൻ സിഗ്നേച്ചർ ഒന്നും വേണ്ട, മെയിലല്ലേ, സിഗ്നേച്ചർ ഒന്നും വേണ്ട, ആ രീതിയിൽ അവസാനിപ്പിക്കുക. യുവേഴ്സ് ലവിംഗ്ലി നിങ്ങളുടെ പേര് എന്താ അത് കൊടുത്തിട്ട് അവസാനിപ്പിക്കുക. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൽ തയ്യാറാക്കുമ്പോൾ. ഇവിടെ അതിനകത്തുള്ള കണ്ടൻസ് ഞാൻ പറഞ്ഞു, എന്താണ് നമ്മൾ ലെറ്റർ എഴുതുന്നത് പോലെ തന്നെ, പക്ഷെ അത്രത്തോളം എന്താണ് വളരെ ഇലോബറേറ്റ് ചെയ്ത് നമ്മൾ എഴുതാറില്ല, വളരെ ഷോർട്ടായിരിക്കും. പിന്നെ മെയിൽ എഴുതുമ്പോൾ നമ്മൾ സാധാരണ SMS ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ ഷോർട്ടായിട്ട്, ഇപ്പോൾ ഹാവ് എന്നൊക്കെ പറയുന്നതിന് HV എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യും, HIV എന്നുള്ളതിന് പകരം. അതുപോലുള്ള എന്താണ് ഷോർട്ട് ഫോംസ് നിങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്ത് നിൽക്കേണ്ട. അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടില്ലെന്നല്ല, പക്ഷേ എക്സാമിന് നിങ്ങൾ എഴുതുന്നത് കൊണ്ട് അങ്ങനെ തീരെ ഷോർട്ടാക്കാനൊന്നും പോകണ്ട. വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതുക. പിന്നെ സെൻറ്റൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാം. നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് എഴുതുന്നത്, നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് സെൻറ്റൻസ് ഒക്കെ യൂസ് ചെയ്യാം, നമ്മളൊരു ഡയറി എഴുതുന്നത് പോലെ. അതൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഈ രീതിയിലാണ് മെയിൽ തയ്യാറാക്കേണ്ടത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു ലേ ഔട്ട് കൂടെ നിങ്ങളുടെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിരിക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ള വർക്കുകളാണ്. ഇതിലുപരി നിങ്ങൾക്ക് എന്താണ് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത്? ഒരു റൈറ്റപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചാപ്റ്ററിൽ. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഉള്ളതാണ്. ഇതിൽ നിന്ന് ബേസ് ചെയ്തിട്ടൊരു റൈറ്റപ്പ് ചോദിക്കും. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, കഴിഞ്ഞ തവണത്തെ. ഡോക്ടർ APJ അബ്ദുൽ കലാം എക്സോർട്ട് ദ യൂത്ത് ടു ബി യുണീക്ക്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ കേട്ടല്ലോ, ചാപ്റ്റർ എന്താണെന്നുള്ളത് അറിയാമല്ലോ. എല്ലാ യൂത്തിനോടും പറയുന്നത് യുണീക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. വളരെ യുണീക്ക് ആവുക, വ്യത്യസ്തരാകുക, നമ്മൾ മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ഇതേ കാര്യമാണ് നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ മറ്റൊരാൾ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് നിങ്ങൾ പകർത്താതെ നിങ്ങൾക്ക് എന്ത് അറിയാം അത് നിങ്ങൾ നൽകുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഇപ്പോൾ എല്ലാവരോടും യുണീക്ക് ആവാനാണ് പറയുന്നത്. ഹൗ ക്യാൻ യു ബി യുണീക്ക് വെൻ എവറി വൺ വാണ്ട്സ് യു ടു ഫോളോ അതേഴ്സ്? നമ്മുടെ ചുറ്റിലുള്ളവർ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സൊസൈറ്റി, എല്ലാവരും നമ്മളോട്, ഈവൻ ടീച്ചേഴ്സ് പോലും നമ്മളോട് പലപ്പോഴും പറയുന്നത് മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവരെ പോലെ ആവുക, ഇവരെ പോലെ ആവുന്നതാണ് പല കാര്യങ്ങളിലും. സോ ഇത്രയും പേര് നമ്മുടെ ചുറ്റിൽ നിന്നിട്ട് നിങ്ങൾ മറ്റൊരാളെ പോലെ ആകാൻ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് യുണീക്ക് ആവാൻ പറ്റുന്നത്? ഇവിടെ നിങ്ങളുടെ സജഷനാണ് ചോദിക്കുന്നത്. റൈറ്റ് അബൌട്ട് യുവർ വിഷൻ, നിങ്ങളുടെ വിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട്, ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? ഇതൊരു പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യുക ആദ്യം മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. പാരഗ്രാഫ് റൈറ്റിംഗ് ആണല്ലോ, അപ്പോൾ പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതുക. വേണമെങ്കിൽ മൈ വിഷൻ അതുപോലെ എന്തെങ്കിലും ഒരു ഹെഡിങ് നിങ്ങൾക്ക് കൊടുക്കാം, നല്ലൊരു ഹെഡിങ് നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം പാരഗ്രാഫ് തിരിച്ച് എഴുതുക. എന്തുവാണ് ഈ പറഞ്ഞതുപോലെ ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ തന്നെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. ഇവിടെ എന്തൊക്കെ പറഞ്ഞ് യുണീക്ക് ആയിട്ടുള്ള നിങ്ങളാവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർ, അപ്പോൾ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഇങ്ങനെ ഒരു സമൂഹത്തിലാണ്. എല്ലാവരും നമ്മളെ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. സോ ഇങ്ങനൊരു ലൈഫ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മുടെ ഉള്ളിൽ അറിയാതെ നമ്മളങ്ങ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സെന്താണോ പറയുന്നത് അത് കേൾക്കാൻ നമുക്ക് സമയമില്ല. വളരെ ബിസിയാണ് നമ്മളെല്ലാവരും, അല്ലേ? നമ്മുടെ ഉള്ളിലെ കഴിവുകൾ എന്താണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മുടെ പാരൻസിനോ നമ്മുടെ ചുറ്റുമുള്ളവർക്കോ പോലും അറിയാൻ പറ്റുന്നില്ല. അപ്പം നമ്മളത് ആദ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർ നമ്മുടെ കഴിവുകളെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എനിക്ക് ഇന്ന കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അത് ഞാൻ പ്രകടിപ്പിച്ചാൽ മാത്രമേ എൻ്റെ ചുറ്റിലുമുള്ളവരും അത് കാണൂ, അവരും അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പം ഞാൻ ആദ്യം അതിന് വില്ലിങ് ആയിരിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഒരു ഡെയർ ചെയ്യണം, ധൈര്യപ്പെടണം, എൻ്റെ കഴിവ് പുറത്ത് പ്രകടിപ്പിക്കാൻ. അതാണ് നമ്മൾ ആദ്യം വേണ്ടത്. ദെൻ ഈ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. ദെൻ യുണീക്ക് യു ആയാലുള്ള ബെനിഫിറ്റുകളും മെറിറ്റുകളും ഡീമെറിറ്റുകളും നമുക്ക് എഴുതാം. ഓക്കെ, അത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. യുണീക്ക് ആയിട്ടുള്ള വളരെ വ്യത്യസ്തരായി മാറുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ, അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതൊരു പാരഗ്രാഫായിട്ട് എഴുതാം. ദെൻ അനാലിസിസ് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇതിലേതാ ബെറ്റർ? നിങ്ങളുടെ തന്നെ പേഴ്സണൽ കമൻസാണ് നമുക്കവിടെ വേണ്ടത്. ഇവിടെ ഇത് നിങ്ങളുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, എന്താണ് നിങ്ങൾ പേഴ്സണലായിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് എഴുതാം നല്ലതാണോ ചീത്തയാണോ, യുണീക്ക് യു ആവുന്നത് നല്ലതാണോ ചീത്തയാണോ, അത് നമുക്ക് എഴുതാം. നല്ലതാണെങ്കിൽ എന്തുകൊണ്ട്, ചീത്തയാണെങ്കിൽ എന്തുകൊണ്ട്. കഴിയുന്നതും പോസിറ്റീവായിട്ടുള്ളൊരു ആൻസർ, നല്ലതാണ് എന്നുള്ള രീതിയിൽ തന്നെ പറയുക. അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രസ്താവിക്കുകയാണെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാമെന്ന് പറയും. അതിന് വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. ഈ രീതിയിലാണ് പാരഗ്രാഫ് റൈറ്റിംഗ്. അതിന് പ്രത്യേകിച്ച് ലേഔട്ടൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ആശയം എന്താണോ, ചോദ്യം എന്താണോ, അതിൻ്റെ കൃത്യമായ ഉത്തരം വളരെ കൺവിൻസിങ് ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് വായിച്ചാൽ മനസ്സിലാവണം, വിശ്വാസയോഗ്യമായിരിക്കണം, ആ രീതിയിൽ നിങ്ങൾ എഴുതുക. അവിടെ വളരെ വലിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ ഇടുന്നത് കൊണ്ടോ അല്ല കാര്യം. നിങ്ങൾ എങ്ങനെ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതിലാണ്. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മതി, അത്രയുമാണ്. നല്ല മാർക്ക് കിട്ടും നിങ്ങൾക്ക് അവിടെ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ചാപ്റ്ററും ജസ്റ്റ് നോക്കുക. അപ്പോൾ ചാപ്റ്ററിനകത്ത് അതിൻ്റെ കഥ മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, എന്താണ് അതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ്, ആ തീം നിങ്ങൾ ഉൾക്കൊള്ളണം. എന്നാൽ ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബാക്കി ലേഔട്ട് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, ഇപ്പം 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.